Hi students, it's me Srirak, your physics teacher. Welcome back to my online physics class. Today we are going to start our first main topic in our third chapter, Newton's first law of motion. Okay, Newton formulated his laws of motion as a continuation of Galileo's observations. What was Galileo's observations? In the previous class, we discussed about Galileo's observation, isn't it? Galileo defined that a body in motion doesn't need an external unbalanced force for it to continue in its state of rectilinear uniform motion, isn't it? That means rectilinear uniform മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ആവശ്യം ഇല്ല. ദാറ്റ് മീൻസ് ഒരു ഫ്രിക്ഷൻലെസ് സർഫസിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ആ ബോഡി മൂവ് ചെയ്യുന്ന സർഫസ് ഫ്രിക്ഷൻലെസ് സർഫസ് ആയിരിക്കണം, ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ഗലീലിയോ പറഞ്ഞതാണ്, ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫസിലൂടെ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബോഡി ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. ദാറ്റ് മീൻസ് അത് റെസ്റ്റിലേക്ക് വരില്ല. റെസ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾ ഫോഴ്സ് കൊടുത്ത് അത് സ്റ്റോപ്പ് ചെയ്താലേ അത് റെസ്റ്റിലേക്ക് വരുള്ളൂ. ക്ലിയർ? സോ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആ മൂവ് ചെയ്യുന്ന ബോഡിയിൽ അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? സോ ഗലീലിയോൻ്റെ ഈ ഒബ്സർവേഷൻസിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്തത്. An unbalanced external force is needed to change the state of rest or of motion of an object. That means റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ആ ബോഡിയിൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. ക്ലിയർ? ഇഫ് സോ, wouldn't a body remain in its state of rest or of uniform motion unless an external force acts on it? അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ മോഷനിലുള്ള ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഒബ്ജക്ട്സിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം. ക്ലിയർ? സോ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ അതിൻ്റെ റെസ്റ്റിൽ നിന്നും മോഷനിലേക്ക് മാറ്റാൻ നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ അതിലൊരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ക്ലിയർ? ദീസ് ഇൻഫറൻസസ് ലെഡ് ന്യൂട്ടൺ ടു ഹിസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. സോ ഈ ഇൻഫറൻസുകളാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിലേക്ക് നയിച്ചത്. ക്ലിയർ? സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. Every object continues in its state of rest or of uniform motion along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. Clear? So എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്? റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം അത് ആ സ്റ്റേറ്റിൽ തന്നെ, ദാറ്റ് മീൻസ് ആ റെസ്റ്റ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിൽ നമ്മൾ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം അത് ആ മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ക്ലിയർ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എക്സ്പ്ലെയിൻസ് സം കോമൺ ടെൻഡൻസീസ് ഓഫ് ബോഡീസ് അറ്റ് റെസ്റ്റ് ആൻഡ് ഇൻ മോഷൻ. Let's try to understand this through some activities. Place a bottle filled with water on a thick rough paper as shown in the figure. Pull the paper suddenly to one side. What you observe? So what is the activity? ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ആ ബോട്ടിൽ ഒരു തിക്ക് റഫ് പേപ്പറിന് മുകളിൽ വയ്ക്കുക. എന്നിട്ട് ആ പേപ്പർ പെട്ടെന്ന് വലിക്കുക. സോ എന്ത് സംഭവിക്കും? ആ ബോട്ടിൽ നമ്മൾ വലിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീഴും, അല്ലേ? സോ എന്തുകൊണ്ടാണ് വീഴുന്നത്? നമുക്ക് നോക്കാം. വാസ് ഇൻ ദ ബോട്ടിൽ അറ്റ് റെസ്റ്റ് ബിഫോർ ദ പേപ്പർ വാസ് പുൾഡ് ഔട്ട്?
നമ്മൾ പേപ്പർ വലിക്കുന്നതിന് മുൻപ് ബോട്ടിൽ റെസ്റ്റിലല്ലായിരുന്നോ? യെസ്. വെൻ യു പുൾ ദ പേപ്പർ, ഡസിൻ ദ ടോപ്പ് ഓഫ് ദി ബോട്ടിൽ ഷോ എ ടെൻഡൻസി ടു റിമെയിൻ അറ്റ് റെസ്റ്റ്? സോ നമ്മൾ പേപ്പർ വലിക്കുന്ന സമയത്ത് ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗം അഥവാ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ പേപ്പർ വലിക്കുമ്പോൾ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിലാണ് ആക്ട് ചെയ്യുന്നത് അഥവാ താഴ്ഭാഗത്താണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ദാറ്റ് ഈസ് നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ ഒരു റഫ് പേപ്പറാണ് അല്ലേ, തിക്ക് റഫ് പേപ്പറാണ്. സോ അവിടെ റഫ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ആ ബോട്ടിലിൻ്റെ ബോട്ടം സർഫസും അതുപോലെ തന്നെ പേപ്പറിൻ്റെ റഫ് സർഫസും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. ഇസിൻറ്റ് ഇറ്റ്? സോ ഞാൻ ഈ പേപ്പർ പെട്ടെന്ന് വലിക്കുന്ന സമയത്ത് ആ സർഫസുകൾ തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇസിൻറ്റ് ഇറ്റ്? സോ നമ്മൾ പേപ്പർ പെട്ടെന്ന് വലിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ എങ്ങോട്ടാണോ പേപ്പർ വലിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അതായത് പേപ്പറിൻ്റെ സർഫസിൽ നമ്മൾ വലിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ ആ ബോട്ടിലിൻ്റെ സർഫസ് ഒരു ഫോഴ്സ് കൊടുക്കും. ക്ലിയർ? ദാറ്റ് മീൻസ് നമ്മൾ ഏത് സൈഡിലേക്കാണോ പേപ്പർ വലിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിലെ സർഫസ് ഒരു ഫോഴ്സ് കൊടുക്കും. സോ ബോട്ടിൽ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കും. സോ അതിൻ്റെ റിസൾട്ടായിട്ട് ആ ബോട്ടിൽ വീഴും. ക്ലിയർ? സോ അപ്പോഴും ബോട്ടിലിൻ്റെ ടോപ്പ് സൈഡ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുക. എന്താ കാരണം? അവിടെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയാണ്? താഴെ സർഫസിലാണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ ബോട്ടിലിൻ്റെ ടോപ്പ് സൈഡ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. ക്ലിയർ? ഈസ് ഇറ്റ് ദ ബോട്ടം ഓഫ് ദി ബോട്ടിൽ ഗെയിനിങ് മോഷൻ ബിക്കോസ് ഓഫ് ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ പേപ്പർ ആൻഡ് ദ ബോട്ടിൽ? യെസ്. If the experiment is repeated with a smooth paper, it will be seen that the bottle continues to remain at rest. സോ ഈ എക്സ്പെരിമെൻറ്റ് ഒരു സ്മൂത്ത് പേപ്പർ വെച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്തായിരിക്കും നമ്മൾ ഒബ്സർവേഷൻ? സോ സ്മൂത്ത് പേപ്പർ ആകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് വളരെ കുറവായിരിക്കും. ഇസിൻറ്റ് ഇറ്റ്? സോ ആ പേപ്പർ നമുക്ക് നൈസായിട്ട് വലിക്കാൻ പറ്റും. സോ എന്ത് സംഭവിക്കും? സോ ആ ബോട്ടിൽ അവിടെ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും അല്ലേ? ദാറ്റ് മീൻസ് അവിടെ ബോട്ടിലിൻ്റെ സർഫസും ആ സ്മൂത്ത് പേപ്പറിൻ്റെ സർഫസും തമ്മിൽ എന്തില്ല? കോണ്ടാക്റ്റ് ഇല്ല. കാരണം എന്താണ്? സ്മൂത്ത് സർഫസ് ആണ്. ഓക്കെ, സോ നമ്മൾ പേപ്പർ വലിക്കുമ്പോൾ പേപ്പർ മാത്രം ഇങ്ങോട്ട് പോരും, ബോട്ടിൽ അവിടെ റെസ്റ്റിലിരിക്കും. ക്ലിയർ? സോ ദിസ് ടെൻഡൻസി ഈസ് നോൺ ആസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ദാറ്റ് മീൻസ് ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, സോ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഈസ് ദ tendency of a body to remain in its state of rest or its inability to change its state of rest by itself. That means ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ കഴിവിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാതിരിക്കാനുള്ള കഴിവിനെയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് ആ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ടെൻഡൻസി ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണെന്ത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. സോ നമ്മളിവിടെ സ്മൂത്ത് പേപ്പർ വെച്ച് എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ആ സ്മൂത്ത് പേപ്പർ നമുക്ക് നൈസായിട്ട് വലിച്ചെടുക്കാൻ പറ്റി അല്ലേ? അതായത് ബോട്ടിൽ അവിടെ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്തു. റഫ് പേപ്പർ യൂസ് ചെയ്തപ്പോഴോ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ബോട്ടിൽ വീഴാനുള്ളൊരു ടെൻഡൻസി കാണിച്ചു. ഓക്കെ, ബട്ട് ദ ടോപ്പ് ഓഫ് ദി ബോട്ടിൽ ട്രൈ ടു കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇസിൻറ്റ് ഇറ്റ്? അതായത് റഫ് പേപ്പർ യൂസ് ചെയ്ത് നമ്മൾ വലിച്ചപ്പോഴും ബോട്ടിലിൻ്റെ ടോപ്പ് സൈഡ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത് അല്ലേ? അതായത് ബോട്ടിലിൻ്റെ ബോട്ടം സൈഡ് മാത്രമേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീഴാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുള്ളൂ. മുകൾ ഭാഗം എപ്പോഴും റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ക്ലിയർ? ഡു മൂവിങ് ഒബ്ജക്ട്സ് ആൾസോ ഹാവ് സച്ച് ടെൻഡൻസീസ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. സോ മൂവിങ് ഒബ്ജക്ട്സിനും ഈ ടെൻഡൻസി ഉണ്ടോ? ദാറ്റ് ഈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിക്ക് ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, ദാറ്റ് മീൻസ് ആ മോഷൻ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ്. പ്ലേസ് ദ ബോട്ടിൽ യൂസ്ഡ് ഇൻ ദ എബോവ് എക്സ്പെരിമെൻറ്റ് ഓൺ എ തിക്ക് പേപ്പർ വിത്ത് റഫ് സർഫസ്.
Bring the bottle into motion by pulling the paper slowly. Gradually increase the speed of pulling. Stop pulling when the bottle gains a certain speed. What do you observe? സോ നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സെയിം റഫ് തിക്ക് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതേ ബോട്ടിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ, അതായത് പേപ്പറിന് മുകളിൽ ബോട്ടിൽ വെച്ചിട്ട് ആ പേപ്പർ മെല്ലെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. സോ എന്ത് സംഭവിക്കും? സോ ആ പേപ്പർ നമ്മൾ സ്ലോലി പുള്ള് ചെയ്യുമ്പോൾ ആ പേപ്പറിന് മുകളിലുള്ള ബോട്ടിലും അതോടൊപ്പം മൂവ് ചെയ്യും അല്ലേ? നമ്മൾ സ്ലോലിയാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഗ്രാജുവലി പുള്ളിങ്ങിൻ്റെ സ്പീഡൊന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. സോ അതിനനുസരിച്ച് ബോട്ടിലും സ്പീഡിൽ മൂവ് ചെയ്യും അല്ലേ? സോ നമ്മൾ പേപ്പർ വലിക്കുന്നതിനനുസരിച്ച് ബോട്ടിലും മൂവ് ചെയ്യും അല്ലേ? സോ ഇങ്ങനെ ഗ്രാജുവലി പുള്ളിങ്ങിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. സോ അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോട്ടിൽ നമ്മൾ എങ്ങോട്ടാണോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് വീഴും. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ പേപ്പർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് ബോട്ടിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പേപ്പറിൻ്റെ മോഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ബോട്ടിലിന് റെസ്റ്റിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് ആ ബോട്ടിൽ മോഷനിലായിരുന്നു അല്ലേ? സോ ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ബോട്ടിൽ ശ്രമിക്കുന്നത്. സോ അതിൻ്റെ റിസൾട്ടായിട്ട് ബോട്ടിൽ മുന്നോട്ട് വീഴും, അഥവാ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഡയറക്ഷനിൽ മുന്നോട്ട് വീഴും. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ഇനേർഷ്യ ഓഫ് മോഷൻ. ക്ലിയർ? Was in the bottle in a state of motion before you stopped pulling the paper? Yes. Didn't the top of the bottle show a tendency to continue its motion when you stopped pulling the paper? Yes. That is, നമ്മൾ പേപ്പറിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബോട്ടിലിൻ്റെ ടോപ്പ് സൈഡാണ് മുന്നോട്ട് വീഴുന്നത്. ദാറ്റ് ഈസ് അതിൻ്റെ ബോട്ടം സൈഡ് റെസ്റ്റിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ പേപ്പർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫോഴ്സ് എവിടെയാണ് കൂടുതലായിട്ടും കിട്ടുന്നത്? താഴെയാണ്, ബോട്ടിലിൻ്റെ ബോട്ടം സൈഡിലാണ് ഫോഴ്സ് കിട്ടുന്നത്. ക്ലിയർ? സോ അതിൻ്റെ ടോപ്പ് സൈഡിൽ ഫോഴ്സ് കിട്ടുന്നില്ല. ക്ലിയർ? സോ ആ ടോപ്പ് സൈഡ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. സോ അതിൻ്റെ റിസൾട്ടായിട്ടാണ് അതിൻ്റെ ടോപ്പ് സൈഡ് വേഗം മുന്നോട്ട് വീഴുന്നത്. ക്ലിയർ? ദ ബോട്ടം ഓഫ് ദി ബോട്ടിൽ കംസ് ടു റെസ്റ്റ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. സോ നമ്മൾ പേപ്പർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബോട്ടിലിൻ്റെ ബോട്ടം സർഫസും അതുപോലെ തന്നെ പേപ്പറിൻ്റെ റഫ് സർഫസും തമ്മിലുള്ള കോണ്ടാക്ട് വഴി അവിടെ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ റിസൾട്ടായിട്ട് ബോട്ടിലിൻ്റെ ബോട്ടം സൈഡ് റെസ്റ്റിലേക്ക് വരും. ക്ലിയർ? ബട്ട് ദർ ഈസ് നോ ഫോഴ്സ് ഇൻ ദ ടോപ്പ് ഓഫ് ദി ബോട്ടിൽ. ദാറ്റ് ഈസ് വൈ ദ ടോപ്പ് ഓഫ് ദി ബോട്ടിൽ ട്രൈ ടു കണ്ടിന്യൂ ഇറ്റ്സ് മോഷൻ. ക്ലിയർ? The bottle would continue in its state of motion if the experiment is repeated with a paper having smooth surface. സോ നമ്മളിവിടെ ഒരു സ്മൂത്ത് സർഫസ് ഉള്ള പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബോട്ടിൽ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് അവിടെ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കില്ല. സോ പേപ്പർ നമ്മൾ സ്റ്റോപ്പ് ചെയ്താലും പേപ്പറിന് മുകളിലൂടെ അല്പസമയം കൂടി നമ്മുടെ ബോട്ടിൽ നൈസായിട്ട് മൂവ് ചെയ്യും. ക്ലിയർ? ദാറ്റ് ഈസ് അവിടെ ഫ്രിക്ഷൻ ഇല്ല. സ്മൂത്ത് സർഫസ് ആകുമ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യില്ല. ക്ലിയർ? സോ ഇവിടെ റഫ് പേപ്പർ ആയതുകൊണ്ടാണ് പേപ്പറിൻ്റെ സർഫസും ബോട്ടിലിൻ്റെ ബോട്ടം സർഫസും തമ്മിലുള്ള കോണ്ടാക്ട് വഴി അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ റിസൾട്ടായിട്ട് ബോട്ടിലിൻ്റെ ബോട്ടം സൈഡ് റെസ്റ്റിലേക്ക് വരുന്നു, ബട്ട് ടോപ്പ് സൈഡ് സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. സോ അതിൻ്റെ റിസൾട്ടായിട്ട് അതിൻ്റെ ടോപ്പ് സൈഡ് മുന്നോട്ട് വരും. ദാറ്റ് ഈസ് അത് മുന്നോട്ട് വീഴും. ക്ലിയർ? This tendency is known as inertia of motion. So we can define that inertia of motion is the tendency of a body to remain in its state of motion or its inability to change its state of motion by itself. Clear? Then discuss the following situations and find out the reasons. First situation: arrange some carom board coins one on top of the other. Strike the bottom coin forcefully with a striker. What do you observe? Explain on the basis of inertia. സോ എല്ലാവർക്കും ക്യാരം ബോർഡ് അറിയില്ലേ? സോ ക്യാരം ബോർഡിൽ ഒരുപാട് കോയിൻസ് ഉണ്ടായിരിക്കും അല്ലേ? സോ ഈ കോയിൻസ് നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അട്ടിയായിട്ട് വെക്കുക. ഒന്നിന് മുകളിൽ ഒന്നൊന്നായി വെർട്ടിക്കലി അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ദെൻ സ്ട്രൈക്ക് ദ ബോട്ടം കോയിൻ ഫോഴ്സ്ഫുള്ളി വിത്ത് എ സ്ട്രൈക്കർ. ക്യാരം ബോർഡിലെ സ്ട്രൈക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ വെർട്ടിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കോയിൻസിലെ ഏറ്റവും ബോട്ടം
സൈഡിലുള്ള കോയിന് നമ്മൾ അടിച്ചു തെറിപ്പിക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് അവർ ഒബ്സർവേഷൻ? എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? ദ ഒബ്സർവേഷൻ ഈസ് ദാറ്റ് ഓൺലി ദ ലോവസ്റ്റ് ക്യാൻ സ്ട്രൈക്ക് ഓഫ് ഫ്രം ദി ക്യാരം ബോർഡ്. ദാറ്റ് മീൻസ് നമ്മൾ ഏറ്റവും ആദ്യമുള്ള കോയിനാണ് അടിച്ചു തെറിപ്പിച്ചത് അല്ലെ, ഏറ്റവും താഴെയുള്ള ബേസിലുള്ള കോയിനാണ് നമ്മൾ അടിച്ചു തെറിപ്പിച്ചത്. ഇസ്ന്റ് ഇറ്റ്? സോ ആ കോയിൻ മാത്രം അവിടുന്ന് മൂവ് ചെയ്ത് പോകും, ബാക്കിയുള്ളതെല്ലാം താഴേക്ക് വരും അല്ലെ. ദാറ്റ് മീൻസ് ബാക്കിയുള്ള കോയിൻസിനൊന്നും എന്തുണ്ടായിരിക്കില്ല, മൂവ്മെന്റ് ഉണ്ടായിരിക്കില്ല, അത് വീഴാതെ ആ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ദിസ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനീഷ്യലി ആൾ ദ ക്യാരം കോയിൻസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെ. തുടക്കത്തിൽ എല്ലാ കോയിൻസും റെസ്റ്റിലായിരുന്നു. When the lowest coin strike out, a force acts on this coin and changes its state of rest to that of motion. ഏറ്റവും താഴെയുള്ള കോയിന് സ്ട്രൈക്കർ യൂസ് ചെയ്തിട്ട് അടിച്ചു തെറിപ്പിച്ചപ്പോൾ ആ കോയിൻ റെസ്റ്റിൽ നിന്നും മോഷനിലേക്ക് ചേഞ്ച് ചെയ്തു അല്ലെ, അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. ദിസ് ഫോഴ്സ് ഡസ് നോട്ട് ആക്ട് ഓൺ ദ അതർ കോയിൻസ്. സോ ഈ ഫോഴ്സ് ബാക്കിയുള്ള കോയിൻസിൽ ആക്ട് ചെയ്യുന്നില്ല. സോ ദേ കണ്ടിന്യൂ ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സോ ബാക്കിയുള്ള കോയിൻസ് എല്ലാം റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. സോ അതിന്റെ റിസൾട്ട് ആയിട്ട് ബാക്കിയുള്ള കോയിൻസ് എല്ലാം അവിടെ തന്നെ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത കോയിനും ഇതുപോലെ, അതായത് ഇപ്പൊ താഴെയുള്ള കോയിൻ ഇതുപോലെ സ്ട്രൈക്കർ യൂസ് ചെയ്തിട്ട് അടിച്ചു തെറിപ്പിക്കാൻ നോക്കിയാലോ? ബാക്കിയുള്ളതെല്ലാം താഴേക്കേണ്ടി വരും, ആ കോയിൻ മാത്രം മൂവ് ചെയ്യും. ക്ലിയർ? സെക്കൻഡ് സിറ്റുവേഷൻ, വെൻ എ മൂവിംഗ് ബസ് ഈസ് സഡൻലി സ്റ്റോപ്ഡ്, ദ സ്റ്റാൻഡിംഗ് പാസഞ്ചേഴ്സ് ടെൻ ടു ഫാൾ ഫോർവേഡ്. സോ നിങ്ങൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഇസ് ദാറ്റ്? നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൽ അഥവാ ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ ബസ്സിലുള്ള പാസഞ്ചേഴ്സ് എല്ലാം മുന്നോട്ട് പോകും അല്ലെ. സോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സോ ദിസ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ. ദാറ്റ് മീൻസ് ഇൻ എ റണ്ണിംഗ് ബസ് ദ ഹോൾ ബോഡി ഓഫ് ദി പാസഞ്ചർ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ആസ് ദ ബസ് സ്റ്റോപ്സ് സഡൻലി, the lower part of his body being in contact with the bus comes to rest, but his upper part remains in the state of motion due to inertia of motion. Clear? So നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോവർ പാർട്ട് ബസ്സിന്റെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് അല്ലെ. സോ നമ്മുടെ ലെഗ്സ് ബസ്സിന്റെ ബേസുമായിട്ടാണ് കോണ്ടാക്ട് അല്ലെ. സോ ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോവർ പാർട്ട് റെസ്റ്റിലായിരിക്കും, ബട്ട് അപ്പർ പാർട്ട് ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ക്ലിയർ? സോ അതുകൊണ്ടാണ് ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുന്ന സമയത്ത് ബസ്സിൽ നിൽക്കുന്ന പാസഞ്ചേഴ്സ് എല്ലാം മുന്നോട്ട് പോകുന്നത്. ക്ലിയർ? സോ ബസ് മോഷനിലാവുമ്പോൾ അതിലുള്ള പാസഞ്ചേഴ്സും മോഷനിലാണ്. ക്ലിയർ? സോ ബസ്സിന്റെ അതേ വെലോസിറ്റിയിൽ നമ്മളും മോഷനിലായതുകൊണ്ടാണ് ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ നിന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലേക്ക് പെട്ടെന്ന് വരാൻ സാധിക്കാത്തത്. ക്ലിയർ? നമ്മൾ ആ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ക്ലിയർ? So this is due to inertia of motion. So third situation, when a bus moves forward suddenly from rest, the standing passengers tend to fall backward. So നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിറകോട്ട് പോകും അല്ലെ, ബാക്ക്വേർഡിലേക്ക് പെട്ടെന്ന് പോകും. സോ വാട്ട് ഈസ് ദ റീസൺ? സോ ബസ് നിർത്തിയിട്ടിരിക്കുമ്പോൾ ബസ് റെസ്റ്റിലാണ്. സോ ബസ്സിലുള്ള പാസഞ്ചേഴ്സും റെസ്റ്റിലാണ്. സോ നമ്മൾ ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. സോ ബസ് പെട്ടെന്ന് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കോട്ട് പോകുന്നു. ബിക്കോസ് ദ ലോവർ പാർട്ട് ഓഫ് അവർ ബോഡി ബിഗിൻസ് ടു മൂവ് along with the bus, but the upper part of the body tends to remain at a rest due to inertia of rest. സോ ബസ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ ബേസ് അഥവാ ടയറുകളാണ് മൂവ് ചെയ്യുന്നത് ആദ്യം അല്ലെ. സോ ടയർ മൂവ് ചെയ്യുമ്പോഴാണ് ദ ഹോൾ ബോഡി ഓഫ് ദി ബസ് മൂവ് ചെയ്യുന്നത്. സോ ബസ്സിന്റെ ബേസ് അഥവാ ബസ്സിന്റെ ലോവർ പാർട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ പാർട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും, ബട്ട് നമ്മുടെ അപ്പർ പാർട്ട് അപ്പോഴും റെസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ക്ലിയർ? ദാറ്റ് ഈസ് നമ്മുടെ അപ്പർ പാർട്ടിലെ ഫോഴ്സ് കിട്ടുന്നില്ല, കാരണം ബസ്സിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ടയറുകളിലാണ്. സോ ടയറുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ബസ് മൊത്തം മുന്നോട്ട് പോകുന്നത് അല്ലെ. സോ ബസ്സിന്റെ ലോവർ പാർട്ടുമായിട്ടാണ് നമ്മൾ കോണ്ടാക്റ്റിലുള്ളത്. ക്ലിയർ? സോ ബസ്സിന്റെ ലോവർ പാർട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലോവർ പാർട്ടും മുന്നോട്ട് പോവാൻ ടെൻഡ് ചെയ്യുന്നുണ്ട്, ബട്ട് നമ്മുടെ അപ്പർ പാർട്ട് മുകൾ ഭാഗം അപ്പോഴും എന്തിലാണ്? റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. സോ അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയുടെ അപ്പർ പാർട്ട് ബാക്കോട്ട് പോകുന്നത്. ക്ലിയർ? ദെൻ ലാസ്റ്റ് സിറ്റുവേഷൻ, ആക്സിഡന്റ്സ് ദാറ്റ് ഹാപ്പൻ ടു പാസഞ്ചേഴ്സ് ഹു ഡു നോട്ട് വെയർ സീറ്റ് ബെൽറ്റ്സ് ആർ മോർ ഫാറ്റൽ. ദാറ്റ് ഈസ് സീറ്റ് ബെൽറ്റ് വെയർ ചെയ്യാതെ ഡ്രൈവ് ചെയ്യുന്ന പാസഞ്ചേഴ്സിന് ആക്സിഡന്റ് സംഭവിച്ചാൽ അവരുടെ ഇഞ്ചുറി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും.
സോ വാട്ട് ഈസ് ദ റീസൺ? സോ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു വെഹിക്കിളിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ വെഹിക്കിളിന്റെ അതേ വെലോസിറ്റിയിൽ നമ്മുടെ ബോഡിയും മൂവിങ്ങിലായിരിക്കും. ക്ലിയർ? സോ ആ വെഹിക്കിൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമ്മുടെ ബോഡിക്ക് റെസ്റ്റിലേക്ക് വരാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. സോ നമ്മൾ ആ മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുക, ബിക്കോസ് ഓഫ് ഡ്യൂ ടു ദ ഇനേർഷ്യ ഓഫ് മോഷൻ. ക്ലിയർ? സോ നമ്മൾ ആ മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുക. ഓക്കെ. സോ പെട്ടെന്ന് നമ്മുടെ വെഹിക്കിൾ വല്ല ആക്സിഡൻസിലും പെടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും, അല്ലേ? സോ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ ബോഡി മുന്നോട്ട് പോകും. സോ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്നും വണ്ടിയുടെ ചില്ലൊക്കെ തകർത്ത് മുന്നോട്ട് വണ്ടിയുടെ പുറത്തേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ. ക്ലിയർ? സോ സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ടാൽ പോലും നമ്മൾ ആ സീറ്റിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? സോ അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ട് യാത്ര ചെയ്യണമെന്ന് പറയുന്നത്. ക്ലിയർ? സോ എല്ലാവരും വണ്ടികളിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിക്കണം. ഓക്കെ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഇൻ എ റണ്ണിംഗ് വെഹിക്കിൾ the whole body of a passenger is in a state of motion. During accident, the vehicle stops suddenly. The passenger falls forward. Seat belts prevent the motion of the passenger. So, inertia of rest and inertia of motion are generally named as inertia. So, inertia of motion നെയും inertia of rest നെയും നമ്മൾ generally inertia എന്നാണ് വിളിക്കുക. Clear? So, we can define what is inertia. Inertia is the inability of a body to changes its state of rest or uniform motion along a straight line by itself. Okay. So inertia of restന്റെ ഡെഫിനിഷനും inertia of motionന്റെ ഡെഫിനിഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? Inertia is the inability of a body to change its state of rest or of uniform motion along a straight line by itself. So മോഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ബോഡിക്ക് ആ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ നിന്നും ചേഞ്ച് ചെയ്യാനുള്ള ഇനേബിലിറ്റിയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ക്ലിയർ? ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് ഇനേർഷ്യ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. സോ ഇനേർഷ്യക്ക് മോർ എക്സാമ്പിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്: when the branch of a mango tree is shaken, mangoes fall. സോ നമ്മൾ ഒരു മാംഗോ ട്രീയുടെ ബ്രാഞ്ച് നമ്മൾ കുലുക്കുമ്പോൾ അതിലുള്ള മാങ്ങകളെല്ലാം താഴോട്ട് വീഴുന്നുണ്ട്, അല്ലേ? സോ നമ്മൾ ആ മാംഗോ ട്രീയുടെ ബ്രാഞ്ച് നന്നായിട്ട് നല്ല ഫോഴ്സ് കൊടുത്തിട്ട് കുലുക്കിയാലേ മാംഗോസ് ഫാൾ ചെയ്യുള്ളൂ, അല്ലേ? ദാറ്റ് മീൻസ് ആ മാംഗോയുടെ ഇനേർഷ്യ ഓഫ് റെസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്താലേ ആ മാംഗോസ് താഴേക്ക് ഫാൾ ചെയ്യുള്ളൂ. കാരണം ആ മാംഗോസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിലാണ്, ബിക്കോസ് അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ടെൻഡൻസി ഉള്ളത്. സോ നമ്മൾ നല്ല ഫോഴ്സ് കൊടുത്താൽ അത് താഴേക്ക് വീഴുള്ളൂ. ദെൻ അനദർ എക്സാമ്പിൾ: വി ക്യാൻ സ്ട്രൈക്ക് ഓഫ് ദി ലോവസ്റ്റ് കോയിൻ ഫ്രം എ പൈൽ ഓഫ് ക്യാരം കോയിൻസ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് അതർ കോയിൻസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണത്. ദെൻ എ പേഴ്സൺ സിറ്റിംഗ് ഇൻ എ ബസ് ഫാൾസ് ബാക്ക്വേർഡ്സ് ഇഫ് ദ ബസ് സ്റ്റാർട്ട്സ് സഡൻലി. സോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ പ്ലേസ് എ കാർഡ് ഓൺ ദി ടംബ്ലർ ആൻഡ് എ ഹെവി കോയിൻ ഓൺ ദി കാർഡ്. വെൻ strike the card suddenly, the coin falls into the tumbler. സോ ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ ലോവർ ക്ലാസ്സസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. വാട്ട് ഈസ് ദ എക്സ്പെരിമെന്റ്? പ്ലേസ് എ കാർഡ് ഓൺ ദി ടംബ്ലർ ആൻഡ് എ ഹെവി കോയിൻ ഓൺ ദി കാർഡ്. സോ നമ്മളൊരു ടംബ്ലർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസിന് മുകളിൽ ഒരു കാർഡ്ബോർഡ് വെക്കുക, അല്ലെങ്കിൽ ഒരു കാർഡ് വെക്കുക. ദെൻ അതിന് മുകളിലായിട്ട് ഒരു ഹെവി കോയിൻ പ്ലേസ് ചെയ്യുക. ദെൻ നമ്മൾ ആ കാർഡ് പെട്ടെന്ന് പുൾ ചെയ്യുമ്പോൾ, പെട്ടെന്ന് വലിക്കുമ്പോൾ ആ കോയിൻ ആ ഗ്ലാസിനുള്ളിലേക്ക് വീഴും, അല്ലെങ്കിൽ ആ ടംബ്ലറിനുള്ളിലേക്ക് ഫാൾ ചെയ്യും. ക്ലിയർ? ദിസ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ ആ കാർഡ് വലിക്കുമ്പോൾ ആ കാർഡിന്റെ കൂടെ കോയിൻ വരുന്നില്ല. ആ കോയിന് ഇനേർഷ്യ ഓഫ് റെസ്റ്റിൽ, അഥവാ അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. സോ നമ്മൾ കാർഡിനെ വലിക്കുമ്പോൾ അത് നേരെ ആ ഗ്ലാസ്സിലേക്ക് വീഴും. ഓക്കെ. ദെൻ എക്സാമ്പിൾസ് ഫോർ ഇനേർഷ്യ ഓഫ് മോഷൻ: എ റണ്ണിംഗ് അത്ലറ്റ് കനോട്ട് സ്റ്റോപ്പ് ഹിംസെൽഫ് അബ്രപ്റ്റ്ലി അറ്റ് ദ ഫിനിഷിംഗ് ലൈൻ. സോ ഈ എക്സാമ്പിൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത്ലറ്റ്സ് റൺ ചെയ്യുമ്പോൾ അവരുടെ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞാലും കുറച്ചും കൂടി ദൂരേക്ക് മുന്നോട്ട് പോകും, അല്ലേ? സോ എന്തുകൊണ്ടാണത്? അവർ സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. സോ അത്രയും വെലോസിറ്റിയിൽ അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് ആ ഫിനിഷിംഗ് ലൈനിൽ തന്നെ നമുക്ക് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കാൻ കഴിയുമോ? ഇല്ല. സോ അവർ ആ മോഷനിൽ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ദെൻ എ പേഴ്സൺ സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് എ മൂവിംഗ് ബസ് ഹാസ് ടു റൺ ഫോർവേഡ് എ ഫ്യൂ സ്റ്റെപ്സ്. സോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിന്നും ഒരാൾ
റോഡിലേക്ക് പെട്ടെന്ന് ചാടിയാൽ അല്പസമയം മുന്നോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ മുന്നോട്ട് ഓടും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ബസ്സിൽ കണ്ടക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? സോ എന്തുകൊണ്ടാണ് അവരിങ്ങനെ മുന്നോട്ട് ഓടുന്നത്? സോ അവർ ബസ്സിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ചാടുമ്പോൾ അവർ ബസ് മൂവ് ചെയ്തിരിക്കുന്ന അതേ വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, ആ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനാണ് അവരുടെ ബോഡി ട്രൈ ചെയ്യുക. ഓക്കെ, സോ അവർ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ചാടുമ്പോൾ അല്പസമയം മുന്നോട്ട് ഓടുന്നത്. ക്ലിയർ? നമ്മൾ ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് എക്സാമ്പിൾ, എ ഫാൻ കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ് ഫോർ സം ടൈം ഈവൻ ആഫ്റ്റർ ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. സോ നമ്മുടെ വീടുകളിലെല്ലാം ഫാൻ ഉണ്ടായിരിക്കും. സോ ഈ ഫാൻ നമ്മൾ ഓഫ് ആക്കിയാലും അല്പസമയം അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് ഇസ് ഡ്യൂ ടു ഇനർഷ്യ ഓഫ് മോഷൻ. ദാറ്റ് ഈസ് അത് അത്രയും സമയം മോഷനിലായിരുന്നു. സോ അത് ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. സോ നമ്മൾ പെട്ടെന്ന് ഫാൻ ഓഫ് ആക്കുമ്പോൾ അതിനെ പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരാൻ സാധിക്കില്ല. അത് അതിൻ്റെ ആ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ അല്പസമയം കൂടി കണ്ടിന്യൂ ചെയ്യും. അത്ലറ്റ്സ് റണ്ണിങ് സം ഡിസ്റ്റൻസ് ബിഫോർ മേക്കിംഗ് എ ലോങ് ജമ്പ്. സോ ലോങ് ജമ്പ് ചെയ്യുന്ന അത്ലറ്റ്സ് ഓടി വന്നിട്ടാണ് ചാടുന്നത് അല്ലേ? സോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? സോ ഓടി വരുമ്പോഴാണ് അവർക്ക് അവരുടെ ആ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? സോ അപ്പോഴേ അവർക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് ചാടാൻ കഴിയുള്ളൂ. സോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്യാനാണ് അവർ കുറച്ച് ബാക്കോട്ട് പോയിട്ട് ഓടി വന്നിട്ട് ലോങ് ജമ്പ് ചെയ്യുന്നത്. റെഡി? ദെൻ ലാസ്റ്റ് സിറ്റുവേഷൻ, എ മാൻ ചേസ്ഡ് ബൈ ആൻ എലിഫന്റ് സേവ്സ് ഹിംസെൽഫ് ബൈ റണ്ണിങ് എ സിഗ്സാഗ് മാനർ. സോ നമ്മളൊരു ആന കുത്താൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇംഗ്ലീഷ് ലെറ്റർ Z ആകൃതിയിൽ നമ്മൾ ഓടിയാൽ മതി. ഇംഗ്ലീഷ് ലെറ്റർ Z ഷേപ്പിൽ നമ്മൾ ഓടിയാൽ മതി. നേരെ ഓടരുത്. ഇംഗ്ലീഷ് ലെറ്റർ Z അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഓക്കെ, സോ നമ്മൾ നേരെ ഓടരുത്, നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് ഓടണം. ഓക്കെ, സോ അപ്പോൾ എലിഫന്റിന് നമ്മളെ ഫോളോ ചെയ്യാൻ കഴിയില്ല. കാരണം എലിഫന്റ് ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ എലിഫന്റിന്റെ ബോഡി വലുതായതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ നമ്മുടെ ബോഡി ചെറുതാണ്. സോ നമുക്ക് പെട്ടെന്ന് ഒരു പൊസിഷനിൽ നിന്ന് മറ്റേ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതുപോലെ ആനയ്ക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ ആന ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് തന്നെ അല്പസമയം പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ അതിന് പിന്നെ റെസ്റ്റിൽ വന്നിട്ട് തിരിച്ച് അടുത്ത പൊസിഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ. സോ നമ്മളെ ഫോളോ ചെയ്യാൻ ആനയ്ക്ക് കഴിയില്ല. ഓക്കെ, സോ ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. സോ എപ്പോഴെങ്കിലും ആന കുത്താൻ വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം കൂടിയാണിത്. ഓക്കെ, ദെൻ let's try to understand how mass of a body influences the property of inertia. സോ ഒരു ബോഡിയുടെ മാസ് അതിൻ്റെ ഇനേർഷ്യയെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് മാസ് ആൻഡ് ഇനേർഷ്യ. സോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ ലോഡഡ് വെഹിക്കിൾസ് ടു നെഗോട്ടിയേറ്റ് എ കർവ്സ് ഇൻ ദ റോഡ് വിത്തൗട്ട് റെഡ്യൂസിങ് സ്പീഡ്. വാട്ട് ഈസ് ദ റീസൺ? വലിയ ലോഡ് കയറ്റി വരുന്ന വലിയ ലോറികളും മറ്റും റോഡിലെ ചില വളവ് തിരിയാൻ വളരെ സ്പീഡ് കുറഞ്ഞിട്ട് വേണം വരാൻ അല്ലേ? വളരെ മെല്ലെ മാത്രമേ അവർക്ക് ആ കർവ് ടേൺ ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ചെറിയ വെഹിക്കിൾസിനൊക്കെ അത്യാവശ്യം ഒപ്റ്റിമം സ്പീഡിൽ ആ കർവ് ടേൺ ചെയ്യാൻ കഴിയും. സോ എന്തുകൊണ്ടാണ് ഈ വലിയ വെഹിക്കിൾസിന് ലോഡ് കയറ്റി വരുന്ന വലിയ ലോറികൾക്കും മറ്റും കർവ് ടേൺ ചെയ്യാൻ സ്പീഡ് റെഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത്? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം? ദ റീസൺ ഈസ് ദാറ്റ് overloaded vehicle has greater inertia due to its greater mass. When this vehicle turns a corner sharply, the vehicle turns to fall sideways because of inertia or tendency to continue moving in a straight line. That is, overloaded vehiclesന് മാസ് കൂടുതലായിരിക്കും. So they has greater inertia. So മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടുതലായിരിക്കും. സോ ഈ വെഹിക്കിൾസ് സ്ട്രെയിറ്റ് ലൈനിൽ സ്പീഡിൽ വരികയാണെങ്കിൽ അതേ സ്പീഡിൽ ഒരു കർവ് ടേൺ ചെയ്താൽ ആ വെഹിക്കിൾസ് ഫാൾ ചെയ്യും. ബിക്കോസ് സ്ട്രെയിറ്റ് ലൈനിൽ സ്പീഡിൽ വരുന്ന ഒരു വെഹിക്കിളിന് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ പെട്ടെന്ന് ടേൺ ചെയ്യുമ്പോൾ അത് അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ട്രൈ ചെയ്യുക. ക്ലിയർ? സോ അത് ടേൺ ചെയ്യുമ്പോൾ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് സൈഡ് ടേൺ ചെയ്യും, ബട്ട് അതിൻ്റെ ബാക്ക് സൈഡ് സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടായിരിക്കുക. ദാറ്റ് ഈസ് അതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും ലോഡ് ഉണ്ടായിരിക്കുക. സോ ആ ലോഡ് എന്ത് ചെയ്യും? വീഴും. സോ ആ ലോഡ് ഒരു സൈഡിലേക്ക് വീഴും, വണ്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീഴും. സോ ലോഡ് വേറെ കിടക്കും, വണ്ടി വേറെ കിടക്കും. ഓക്കെ, സോ ഹെവി ലോഡഡ് വെഹിക്കിൾസ് സ്പീഡ് വളരെ റെഡ്യൂസ് ചെയ്തിട്ട് മാത്രമേ കർവ് ടേൺ ചെയ്യുള്ളൂ. മനസ്സിലായോ?
Then another question. It is more difficult to roll a filled tar drum than an empty one, isn't it? That is, ഒരു ഫിൽഡ് ടാർ ഡ്രം റോൾ ചെയ്യാൻ ഒരു എം ടി ടാർ ഡ്രം റോൾ ചെയ്യുന്നതിനേക്കാൾ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഫിൽഡ് ടാർ ഡ്രമ്മിൽ ടാർ ഉണ്ടായിരിക്കും, സോ അതിൻ്റെ മാസ് കൂടുതലായിരിക്കും. സോ നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കേണ്ടി വരും അത് മോഹിപ്പിക്കാൻ. വിച്ച് ഓഫ് ദ ടു ഹാസ് എ ഗ്രേറ്റർ മാസ്? എ ഫിൽഡ് ടാർ ഡ്രം ഹാസ് ഗ്രേറ്റർ മാസ്. വിച്ച് ഹാസ് ഗ്രേറ്റർ ഇനേർഷ്യ? ഫിൽഡ് ടാർ ഡ്രം ഹാസ് ഗ്രേറ്റർ ഇനേർഷ്യ. സോ മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടുന്നു മനസ്സിലാക്കാം. We thus understand that inertia of an object increases when its mass increases. So we can define that the inertia of an object depends upon its mass. When the mass increases, inertia also increases. Okay. Then there is a question. If a tennis ball mass 58.5 gram and a cricket ball mass 163 gram are to reach a certain distance when hit with a cricket bat, which is to be hit with a greater force, the tennis ball or the cricket ball? The answer is that the cricket ball, because the mass of the cricket ball is high, so it has more inertia. So we want to be hit the cricket ball with a greater force, isn't it? So we can enter to the next topic, momentum. So let's do an experiment to define what is momentum. Take two empty ice cream balls of identical size and shape and fill one with sand. Fill a wide tray with wet sand. Drop the two ice cream balls from the same height onto this wet sand. It will be seen that two pits are formed on sand. So what is the experiment? Same size ഉള്ള രണ്ട് ഐസ്ക്രീം ബോൾസ് എടുക്കുക. ദെൻ ഒന്നിൽ സാൻഡ് ഫില്ല് ചെയ്യുക, എന്നിട്ട് ഒരു ട്രേയിൽ വെറ്റ് സാൻഡ് കളക്ട് ചെയ്യുക. ഓക്കെ, ഒരു ട്രേ നിറച്ച് നനഞ്ഞ മണലെടുക്കുക. Then drop the two ice cream balls from the same height onto this wet sand. So ഈ രണ്ട് ഐസ്ക്രീം ബോൾസും ഒന്നിൽ സാൻഡ് ഫില്ല് ചെയ്തായിരിക്കണം, മറ്റേത് എം ടി ആയിരിക്കണം. സെയിം ഹൈറ്റിൽ നിന്ന് ഈ വെറ്റ് സാൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. സോ വാട്ട് ഈസ് അവർ ഒബ്സർവേഷൻ? ഇറ്റ് വിൽ ബി സീൻ ദാറ്റ് ടു പിറ്റ്സ് ആർ ഫോംഡ് ഓൺ സാൻഡ്. സോ സാൻഡിൽ രണ്ട് പിറ്റ്സ് ഫോം ചെയ്യും, ഇസിൻറ്റ് ഇറ്റ്? ഐസ്ക്രീം ബോൾസ് ഫാൾ ചെയ്യുന്ന പൊസിഷനിൽ രണ്ട് കുഴികൾ ഫോം ചെയ്യും, അല്ലേ? They fell down with the same speed. Still, which ball formed a deeper pit on the sand? Ball with higher mass or ball with lower mass? The answer is that the ball with higher mass, isn't it? That is, sand fill ചെയ്ത ഐസ്ക്രീം ബോൾ ആയിരിക്കില്ലേ ഡീപ്പർ പിറ്റ് ക്രിയേറ്റ് ചെയ്യുക, അഥവാ ആഴം കൂടിയ കുഴി ഉണ്ടാക്കുക. ദാറ്റ് ഈസ് വെറ്റ് സാൻഡിൽ ആഴം കൂടിയ കുഴി ഉണ്ടാക്കുന്നത് ഏത് ബോളായിരിക്കും? സാൻഡ് ഫിൽ ചെയ്ത ബോളായിരിക്കും. കാരണം ആ ബോളിന് എന്താണ്, മാസ് കൂടുതലാണ്. Then there is another question. Bullets fired from a gun pierce through a target object. If so, does their speed influence the impact they make? So ഒരു ഗണ്ണിൽ നിന്നും ബുള്ളറ്റ്സ് ഒരു ഒബ്ജക്റ്റിനെ ടാർഗറ്റ് ചെയ്ത് ഫയർ ചെയ്യാണ്. സോ ആ ഒബ്ജക്റ്റിൽ ആ ബുള്ളറ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആ ബുള്ളറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. The answer is that yes. Repeat the experiment by allowing one of the balls to fall from different heights. സോ നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ? ബൈ അലോയിങ് വൺ ഓഫ് ദി ബോൾസ് ടു ഫാൾ ഫ്രം ദി ഡിഫറെന്റ് ഹൈറ്റ്സ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ബോള് കുറച്ചുകൂടി ഹൈറ്റിൽ നിന്ന് വെറ്റ് സാൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാനാണ് പറയുന്നത്. സോ രണ്ട് ഡിഫറെന്റ് ഹൈറ്റ്സ് നിന്ന് നമ്മൾ ബോള് വെറ്റ് സാൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. സോ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ എന്ന് നോക്കാം. What happens to the velocity of the ball when it falls from a greater height? Increases or decreases? Increases. So height കൂടുമ്പോൾ velocity increase ചെയ്യുന്നത് നമുക്കറിയാം, അല്ലെ? What happens to its impact on sand when its velocity increases? Increases or decreases? So നമ്മൾ കൂടിയ ഒരു ഹൈറ്റിൽ നിന്നും ബോള് വെറ്റ് സാൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ സാൻഡിൽ ആ ബോൾ ഉണ്ടാക്കുന്ന പിറ്റിന്റെ ഇമ്പാക്ട് ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? ഇൻക്രീസസ്. ദാറ്റ് ഈസ് ആ ട്രേയിലെ വെറ്റ് സാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന പിറ്റിന്റെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യും, പിറ്റിന്റെ സൈസ് കൂടും, അല്ലെ? ദ മോർ ദ മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് മൂവിംഗ് ബോഡീസ് ദ മോർ ദെയർ ഇമ്പാക്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് മൊമെന്റം. സോ ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന്റെ മാസോ വെലോസിറ്റിയോ ഇൻക്രീസ് ചെയ്താൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? ദിസ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് മൊമെന്റം. So we can define that momentum is a characteristic property of moving objects.
It is measured as the product of the mass of the body and its velocity. So moving objects in ഒരു പ്രോപ്പർട്ടിയാണ് momentum. So momentum is the product of the mass of the body and its velocity. Clear? So we can write that momentum equal to mass into velocity. Momentum is denoted by capital letter P. Okay. So capital letter P use ചെയ്താണ് നമ്മൾ മൊമെന്റത്തെ ഡിനോട്ട് ചെയ്യുക. So P equal to m into v, where m is the mass of the object and v is the velocity of the object. Clear? Momentum is a vector quantity because velocity is a vector quantity. So it is experienced in the direction of velocity. So the direction of momentum is the direction of the velocity. What is the unit of momentum? Can you derive it from the equation? So momentumത്തിന്റെ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ യൂണിറ്റും ഡിറൈവ് ചെയ്തെടുക്കാം. That is unit of momentum equal to unit of mass into unit of velocity. Unit of mass is kilogram kg into unit of velocity is meter per second. That is kilogram into meter per second. That is kilogram meter per second. This is the unit of momentum. Okay. So there is a question. A car of 1000 kg moves with a velocity of 10 meter per second. On applying brakes, it comes to rest in 5 seconds. Then what are its initial momentum and final momentum? So 1000 kilogram ഉള്ള ഒരു കാർ 10 meter per second വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ കാറിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് അത് റെസ്റ്റിലേക്ക് വന്നു, അതായത് കാർ സ്റ്റോപ്പായി. ഓക്കെ. സോ അതിന്റെ ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യാണ് പറയുന്നത്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇനീഷ്യൽ മൊമെന്റം. Initial momentum Pi equal to m into u. M is the mass, u is the initial velocity, where m is 1000 and initial velocity is 10. So 1000 into 10 equal to 10,000 kilogram meter per second. Then final momentum Pf equal to m into v, where m is the mass of the car and v is the final velocity. Here final velocity is 0 because the car comes to rest in 5 seconds. So at rest the velocity is 0. So 1000 into 0 equal to 0. So there is no momentum. Okay. Next question. A hockey ball of mass 200 gram hits on a hockey stick with a velocity 10 meter per second. Calculate the change in momentum if the ball bounces back on the same path with the same speed. So 200 gram ഉള്ള ഒരു ഹോക്കി ബോള് ഒരു ഹോക്കി സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ഹിറ്റ് ചെയ്യാണ്. സോ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് അത് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ അത് മൂവ് ചെയ്തിട്ട് തിരിച്ച് അതേ വെലോസിറ്റിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അഥവാ അത് തിരിച്ച് ബാക്കിലോട്ട് തന്നെ വരികയാണ്. സോ ഈ രണ്ട് സമയത്തും ഈ ബോളിനുണ്ടാവുന്ന മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഈ രണ്ട് മൊമെന്റങ്ങൾ തമ്മിലുള്ള ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. സോ ഹിയർ m is 200 gram, that is 0.2 kg, because the SI unit of mass is kilogram. So നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 200 ഗ്രാം കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.2 kg എന്ന് കിട്ടും. Then initial velocity u equal to 10 meter per second. Then final velocity v equal to minus 10 meter per second. That is opposite ഡയറക്ഷനിലാണ് അത് തിരിച്ചു വരുന്നത്, അല്ലേ? സോ നമ്മൾ അവിടെ നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ. ബിക്കോസ് വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ അതിന് ഡയറക്ഷൻ കാണിക്കണം. സോ 10 മീറ്റർ പെർ സെക്കൻഡിലാണ് അത് ഇനീഷ്യലി മൂവ് ചെയ്ത് ദെൻ ഫൈനലി അത് റിട്ടേൺ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. പക്ഷെ അവിടെ വാല്യൂ സെയിം ആണ്, സെയിം സ്പീഡിലാണ് തിരിച്ചു വരുന്നത്. സോ 10 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് തിരിച്ചു വരുന്നത്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. ദെൻ ഇനീഷ്യൽ മൊമെന്റം Pi ഈക്വൽ ടു m into u, that is 0.2 into 10, that is 2 kilogram meter per second. Then final momentum Pf equal to 0.2 into minus 10, that is minus 2 kilogram meter per second. Then change in momentum equal to final momentum minus initial momentum, that is Pf minus Pi, that is minus 2 minus 2, that is minus 4 kilogram meter per second. Okay. So momentum negative value ആവാം because it is a vector quantity. Okay. Then third question. A loaded lorry of mass 12,000 kg moves with a velocity of 12 meter per second.
its velocity becomes 10 meter per second after 5 seconds. Then A question, what is the initial momentum and what is the final momentum? B question, what is the change in momentum? C question, what is the rate of change of momentum? Here given that the mass of the loaded lorry is 12,000 kilogram, initial velocity is 12 meter per second, time t equal to 5 seconds, final velocity 10 meter per second. So A question, what is the initial momentum and what is the final momentum? So initial momentum Pi equal to m into u, that is 12,000 into 12, that is 1,44,000 kilogram meter per second. Then final momentum Pf equal to m into v, that is 12,000 into 10, that is 1,20,000 kilogram meter per second. B question, change in momentum, that is Pf minus Pi, final momentum minus initial momentum. Here final momentum is 1,20,000, initial momentum is 1,44,000. So ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ -24,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം. ഹിയർ ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് -24,000 kilogram meter per second divided by time is 5 seconds. So -24,000 divided by 5, that is -4,800 kilogram meter per second square. So ഇവിടെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരാൻ കാരണം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് നമ്മൾ കണ്ടത്. സോ അതിൽ ടൈം ഉണ്ട്. ഓക്കെ, സോ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ ആ സെക്കൻഡ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, you might have seen children taking rides in amusement parks. They would come with high speed from a height and would again move up to another height easily. Now you would have understood the scientific reason behind it. Momentum, the characteristic of moving objects, is made use of here. So നിങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയാൽ കാണാം, വലിയൊരു ഹൈറ്റിൽ നിന്ന് കുട്ടികൾ താഴേക്ക് ഒരു പാത്തിലൂടെ മൂവ് ചെയ്യുന്നത് കാണാം. സോ അത്രയും ഹൈറ്റിൽ നിന്ന് ആ കുട്ടികൾ താഴേക്ക് റൈഡ് ചെയ്യുമ്പോൾ അത്രയും വെലോസിറ്റിയിലാണ് വരുന്നത് അല്ലേ. സോ അവിടെ മൊമെന്റം കൂടുതലായിരിക്കും. സോ ആ മൊമെന്റത്തിനനുസരിച്ച് കുട്ടികൾ നേരെ മറ്റൊരു ഹൈറ്റിലേക്കാണ് പിന്നെ മൂവ് ചെയ്യുന്നത് അല്ലേ. സോ അത് ഈസി ആയിട്ട് തന്നെ അടുത്തൊരു ഹൈറ്റിലേക്ക് അത് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ആ ഒരു ഹൈറ്റിലേക്ക് കുട്ടികൾക്ക് മൂവ് ചെയ്യാനുള്ള സ്പീഡ് എങ്ങനെയാണ് കിട്ടുന്നത്? അവർ ആദ്യം ഇനീഷ്യലി വലിയൊരു ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് വരുന്നത്. സോ ആ മൊമെന്റം കാരണമാണ് അവർക്ക് താഴേക്ക് എത്തിയിട്ട് ആ ഒരു റൈഡ് തന്നെ മറ്റൊരു ടോപ്പ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നത്. ക്ലിയർ? സോ ഇവിടെ മൊമെന്റം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാരണമാണ് ഇങ്ങനെ ഹൈറ്റിലേക്ക് ഈസി ആയിട്ട് മൂവ് അപ്പ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, സോ മൊമെന്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിംഗ് ഒബ്ജക്ട്സ്. മൂവിംഗ് ഒബ്ജക്റ്റിനുള്ള ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മൊമെന്റം. ഓക്കെ, സോ ടുഡേ വി ആർ വൈൻഡപ്പിംഗ് അവർ ക്ലാസ്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ അസൈൻമെന്റ് വർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യലാണ്. സോ എല്ലാ ക്വസ്റ്റ്യനുള്ള ആൻസറും കാര്യങ്ങളും ഒക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ ടേക്ക് ഓൺ ദി നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.